പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യമായിട്ട് എടുക്കുക. അതിൽ വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. എങ്ങനെ പോയി എന്നുള്ള യാഥാർത്ഥ്യം, എങ്ങനെ പോയി എന്നുള്ള എന്റെ ഗവേഷണത്തിന്റെ സമയം. കെ കരുണാകരന്റെ അന്വേഷണം കൊള്ളുന്ന സ്ഥലത്ത് ഏതൊരു ഇന്ത്യൻ പൗരനും പുഷ്പാർച്ചന നടത്താം. പക്ഷെ പതാക പതപ്പിക്കുന്ന ഏർപ്പാടൊന്നും നടക്കില്ല. ഈ ടി എൻ പ്രതാപൻ ഇപ്പൊ വളരെ മുന്നോട്ട് പോയിരുന്നു. അദ്ദേഹം അങ്ങേക്ക് വേണ്ടി മാറുകയായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ നയങ്ങൾ അദ്ദേഹം അംഗീകരിച്ചു. അദ്ദേഹത്തിനെ പോലെ തന്നെ ഞാനും അവിടെ പോസ്റ്റൊക്കെ അടിച്ച് പ്രചരണം തുടങ്ങിയതാണ്. വടകരയുള്ളവർക്ക് ഇതിന് മുമ്പ് ഒരു അനുഭവമുണ്ട്. 1971 ലീലാദാമോദരൻ എന്റെ പേര് പ്രഖ്യാപിച്ച് ഉണ്ണികൃഷ്ണൻ വന്നപ്പോൾ ഒരു മാറ്റി എഴുതിയ ശീലം 1971 വടകരയിലുണ്ട്. അത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ അവർക്ക് വീണ്ടും അത് ആവർത്തിക്കേണ്ടി വന്നത്. പക്ഷെ ആ പോരാട്ടത്തിന്റെ കാര്യങ്ങൾ അവർ നല്ലവർ ഉൾക്കൊള്ളുന്നവരാണ് വടകരക്കാർ. അതുകൊണ്ട് തന്നെ ലീലാദാമോദരനെ മാറ്റി ഉണ്ണികൃഷ്ണൻ വന്നപ്പോഴും അതേ ഉണ്ണികൃഷ്ണൻ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു. അതുപോലെ തന്നെ ഷാഫി പറമ്പിലും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. തൃശ്ശൂർ UDF നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെയും വിജയിക്കാൻ കഴിയും. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പറയാം, മുൻകാലങ്ങളിലെ സാഹചര്യമല്ല ഇന്നുള്ളത്. മുൻകാലങ്ങളിൽ എന്ന രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പിസം ശക്തമായി നിലനിന്ന കാലമായിരുന്നു. അന്നത്തെ കാലത്ത് കോൺഗ്രസിന്റെ ചില നടപടികളോടും ഗ്രൂപ്പിസത്തിനോടും ജനങ്ങൾക്ക് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ട് പോലും നേരെ മാർജിനാണ് അന്ന് ഇവിടെ പരാജയപ്പെട്ടത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ജനം കോൺഗ്രസിന്റെ പ്രാധാന്യം, UDFന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ UDFന് വോട്ട് ചെയ്യും. തീർച്ചയായിട്ടും. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു BJP-ക്കാര് കെ കരുണാകരന്റെ ഫോട്ടോ മോദിയുടെ കൂടെ ഫ്ലക്സ് അടിച്ചു വെക്കുന്നത് BJP-ക്കാർ. അതാണ് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അത് വലിച്ചു കയറി കളഞ്ഞതിന്റെ കാരണം. കെ കരുണാകരനെ അങ്ങനെ സംഖ്യയാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. അനുവദിക്കില്ല. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരാൾ പോയി വിചാരിച്ച് കെ കരുണാകരനെ സംഖ്യയാക്കാൻ ആരും കരുതണ്ട. ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനിടത്തോളം കാലം കെ കരുണാകരന്റെ ആത്മാവിനെ പോലും തൊടാൻ ഞങ്ങൾ സംഖ്യകളെ അനുവദിക്കും. കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചതിന്റെ കണക്ക് പറയേണ്ട സമയത്തല്ല. കണക്ക് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്.